നമസ്കാരം. ഇന്ത്യൻ ഭരണഘടനാ സിലബസ് ഭാഗത്ത് മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു തുടങ്ങിയത്. ഇനി നമുക്ക് ഓരോരോ മൗലികാവകാശങ്ങളെക്കുറിച്ചുമാണ് പഠിക്കാനായിട്ട് ഉള്ളത്. അതുപോലെ ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളിൽ പങ്കെടുക്കുന്നതിനും ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ കൂടി അംഗമാവുക. അതുപോലെ ഭരണഘടന എന്നുള്ള ആ ടോപ്പിക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ആസ്ഥ അക്കാഡമി ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടന എന്നുള്ള ടൈറ്റിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 120 രൂപയാണ് പുസ്തകത്തിൻ്റെ വില. അതായത് വളരെ കുറച്ച വിലയേ ഉള്ളൂ. അതുപോലെ കുറച്ച് പേജുകളേ ഉള്ളൂ. അതായത് പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു പുസ്തകം. ഞാനിപ്പോൾ ഇവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ആ പുസ്തകത്തിനകത്തുണ്ടാവും. ഞാൻ തന്നെ തയ്യാറാക്കിയ പുസ്തകമാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു പുസ്തകമാണ്. ആ പുസ്തകം ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക. വിളിച്ചാൽ ചിലപ്പോൾ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരുപാട് തിരക്കുള്ള ഒരു നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ മെസ്സേജ് അയച്ചിട്ടിരുന്നാൽ മതി. ഞങ്ങൾ തിരിച്ച് കോൺടാക്ട് ചെയ്തോളാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, പേയ്മെൻറ്റ് ഒരു കാരണവശാലും GPay വഴി ചെയ്യരുത്. അതുപോലെ തന്നെ ഏതെങ്കിലും QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യരുത്. നമുക്കൊരു UPI ID ഉണ്ട്. ആസ്ഥ AC@SIB എന്ന് പറയുന്ന ആ UPI ID വഴി മാത്രമേ പേയ്മെൻറ്റ് ചെയ്യാവൂ. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഈ നമ്പറിൽ വിളിക്കുമ്പോൾ പറഞ്ഞു തരും. ശരി, നമുക്ക് നമ്മുടെ ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പഠിച്ചു തുടങ്ങി അല്ലേ? കഴിഞ്ഞ ക്ലാസ് എന്ന് പറയുന്നത് മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. അവിടെ നമ്മൾ പറഞ്ഞ കാര്യമാണ് ഭരണഘടനയുടെ ഭാഗം 3. ഭാഗം 3 12 മുതൽ 35 വരെയുള്ള വകുപ്പുകളിലാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്നത് അല്ലേ? നിലവിൽ നമ്മുടെ ഭരണഘടന പ്രകാരം നമുക്ക് എത്ര മൗലിക അവകാശങ്ങളാണുള്ളത്? 6 മൗലിക അവകാശങ്ങളാണുള്ളത്. ആ 6 മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ അവസാനിപ്പിച്ചത്. ഇനി നമുക്ക് ഓരോ മൗലിക അവകാശത്തെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതിനു മുമ്പ് 1-2 ആർട്ടിക്കിൾ, മൗലികാവകാശങ്ങളുടെ ഭാഗത്തെ ആദ്യത്തെ 2 ആർട്ടിക്കിളെ കുറിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്, ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം വകുപ്പ് 12 അല്ലെ? മൗലികാവകാശങ്ങളുടെ ഭാഗത്തെ ആദ്യത്തെ വകുപ്പാണ് വകുപ്പ് 12. വകുപ്പ് 12 പറയുന്ന കാര്യം എന്ത് എന്ന് ചോദിച്ചാൽ സ്റ്റേറ്റിൻ്റെ നിർവചനമാണ്. നമ്മുടെ ഈ മൗലികാവകാശങ്ങളുടെ ഭാഗത്ത് പലയിടത്തും സ്റ്റേറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്റ്റേറ്റ് എന്നതിൻ്റെ നിർവചനം എന്താണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യ ഗവൺമെൻറ്റിന് കീഴിലുള്ള സകല സ്ഥാപനങ്ങളും എന്നർത്ഥം. സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സംസ്ഥാനം എന്നുള്ള അർത്ഥത്തിലല്ല, രാജ്യം എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല. അതിന് പല അർത്ഥമുണ്ട്. അതായത് ഇന്ത്യ ഗവൺമെൻറ്റിന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളും എന്ന് പറയുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ഉണ്ട്, സംസ്ഥാന ഗവൺമെൻറ് ഉണ്ട്, സംസ്ഥാന നിയമസഭകളുണ്ട്, അതുപോലെ ഇന്ത്യൻ പാർലമെൻ്റ് ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പോലുള്ളവയുണ്ട്. ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഏത് സ്റ്റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ആർട്ടിക്കിൾ 12 പറഞ്ഞത്. ഇനി അത് കഴിഞ്ഞിട്ട് ആർട്ടിക്കിൾ 13 പറയുന്ന കാര്യമെന്ത്? ഇപ്പോൾ ഭരണഘടന നിലവിൽ വന്നു. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നു. നമുക്കിപ്പോൾ മൗലിക അവകാശങ്ങൾ എന്തായിട്ടുണ്ട്? ഇപ്പോൾ ഇംപ്ലിമെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് ഏതെങ്കിലും നിയമത്തിൽ ഈ മൗലികാവകാശങ്ങളെ ലംഘിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളുണ്ട് എങ്കിൽ അത്തരം നിയമങ്ങൾ ഈ ഭരണഘടന വന്നതിന് ശേഷം അസാധുവായിരിക്കും അല്ലേ? ഈ പറഞ്ഞ ഭരണഘടന വന്നതിന് ശേഷം നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഏതെങ്കിലും നിയമപ്രകാരം ഇവിടെയുള്ള മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നുണ്ട് എങ്കിൽ, ആ നിയമത്തിൽ പൗരൻ്റെ മൗലികാവകാശങ്ങളെ ലംഘിക്കുന്ന കാര്യങ്ങളുണ്ട് എങ്കിൽ അത്തരം നിയമങ്ങൾ അസാധുവായിരിക്കും എന്ന് പറയുന്നതാണ് വകുപ്പ് 13. വകുപ്പ് 13. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഒരിക്കലും എന്ത് ചെയ്യരുത്? പൗരൻ്റെ മൗലിക അവകാശങ്ങൾക്ക് വിഘാതമായിട്ടുള്ള തടസ്സമുണ്ടാക്കുന്ന തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കരുത്. അങ്ങനെ ഉണ്ടാക്കിയാലും അത് അസാധുവായിരിക്കും എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 13. ഇനി നമുക്ക് ഓരോരോ മൗലിക അവകാശങ്ങളിലോട്ട് വരാം. അതിൽ ആദ്യത്തെ മൗലികാവകാശം പാർട്ട് 3 ആദ്യം പ്രതിപാദിക്കുന്ന മൗലിക അവകാശം ഏതെന്ന് ചോദിച്ചാൽ അത് സമത്വ അവകാശമാണ്. സമത്വ അവകാശം. സമത്വ അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് എന്ന് ചോദിച്ചാൽ 14 മുതൽ 18 വരെ വകുപ്പിലാണ്.
സമത്വ അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭരണഘടനയുടെ 14 മുതൽ 18 വരെ വകുപ്പിലാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കുക. അവിടെ നിങ്ങൾക്ക് അറിയാവുന്ന മറ്റൊരു കാര്യമാണ് സമത്വം എന്ന് പറയുന്ന ആശയം. ഇന്ത്യൻ ഭരണഘടനയിലെ സമത്വം എന്ന് പറയുന്ന ആശയത്തിന് കടപ്പാട് ഏത് രാജ്യത്തിനോടാണ്? ഫ്രാൻസിനോടാണ്, അല്ലെ? ഇന്ത്യൻ ഭരണഘടനയിലെ സമത്വം എന്ന് പറയുന്ന ആശയത്തിന് കടപ്പാട് ഫ്രാൻസിനോടാണ്. അവിടെ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കണം. ഇന്ത്യയുടെ റിപ്പബ്ലിക്കൻ മോഡലിന് കടപ്പാട് ഏത് രാജ്യത്തോടാണ് എന്ന് ചോദിച്ചാലും ഫ്രാൻസിനോടാണ്. ഇന്ത്യയുടെ റിപ്പബ്ലിക്കൻ മോഡലിന് കടപ്പാട് ഏത് രാജ്യത്തോട്? അതും ഫ്രാൻസിനോടാണ്. അപ്പൊ രണ്ടാശയമാണ്. സമത്വം എന്ന് പറയുന്ന ആശയം ഫ്രാൻസിൽ നിന്ന് കടം കൊണ്ടതാണ്. ഇന്ത്യയുടെ റിപ്പബ്ലിക്കൻ മോഡൽ അതും ഫ്രാൻസിൽ നിന്ന് കടം കൊണ്ടതാണ്. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് സമത്വ അവകാശത്തിലെ ആദ്യത്തെ വകുപ്പിലോട്ട് വരാം. സമത്വ അവകാശത്തിലെ ആദ്യത്തെ വകുപ്പ് 14. വകുപ്പ് 14 കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനം. ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനം ഏത് വകുപ്പാണ് എന്ന് ചോദിച്ചാൽ വകുപ്പ് 14 വകുപ്പ് 14 പറയുന്ന കാര്യം എന്താണ്? നിയമത്തിന് മുന്നിലുള്ള സമത്വം. വകുപ്പ് 14 പറയുന്നത് നിയമത്തിന് മുന്നിലുള്ള സമത്വം. വേറൊരാശയം കൂടിയുണ്ട്, നിയമത്താലുള്ള സംരക്ഷണം. അപ്പോൾ ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനമായിട്ട് കണക്കാക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ വകുപ്പ് 14 അല്ലെ? നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ നിയമവാഴ്ചാ സമ്പ്രദായമാണ്. റൂൾ ഓഫ് ലായുടെ അടിസ്ഥാനം നിങ്ങൾക്കറിയാം. ആൾ ഷുഡ് ബി ട്രീറ്റഡ് ആസ് ഈക്വൽസ്. നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരായിരിക്കണം. അല്ലെങ്കിൽ അവരെ തുല്യരായി പരിഗണിക്കണം എന്നുള്ളതാണ് റൂൾ ഓഫ് ലാ എന്ന് പറയുന്ന ആ കാഴ്ചപ്പാട്, അല്ലെ? ബ്രിട്ടീഷ് കോമൺ ലായിൽ നിന്നാണ് ആ ആശയം ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ നിയമത്തിന് മുന്നിലുള്ള സമത്വം എന്ന് പറയുന്ന ആശയം ഏത് രാജ്യത്ത് നിന്ന് എടുത്തതാണ് എന്ന് ചോദിച്ചാൽ ബ്രിട്ടനിൽ നിന്നാണ്. ബ്രിട്ടീഷ് കോമൺ ലായിൽ നിന്നുള്ള ആശയമാണ് നിയമത്തിന് മുന്നിലുള്ള സമത്വം. അവിടെ തന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞു, നിയമത്താലുള്ള സംരക്ഷണം എന്ന് പറയുന്ന ആശയം എവിടെ നിന്ന് കടം കൊണ്ടതാണ് എന്ന് ചോദിച്ചാൽ അത് USA നിന്ന് കടം കൊണ്ടതാണ്. എവിടെ നിന്നാണ്? USA നിന്ന്. അപ്പോൾ ആർട്ടിക്കിൾ 14 രണ്ട് ആശയങ്ങളാണുള്ളത്. ഒന്ന് നിയമത്തിന് മുന്നിലുള്ള സമത്വം, വേറൊന്ന് നിയമത്താലുള്ള സംരക്ഷണം. നിയമത്തിന് മുന്നിലുള്ള സമത്വം എന്ന് പറയുന്ന ആശയം എവിടെ നിന്ന് കടം കൊണ്ടു എന്ന് ചോദിച്ചാൽ ബ്രിട്ടനിൽ നിന്ന് കടം കൊണ്ടു. നിയമത്താലുള്ള സംരക്ഷണം എവിടെ നിന്ന് കടം കൊണ്ടു എന്ന് ചോദിച്ചാൽ USA നിന്ന് കടം കൊണ്ടു. പൊതുവിൽ സമത്വം എന്ന് പറയുന്ന ആശയം എവിടെ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്? ഫ്രാൻസിൽ നിന്നാണ്, അല്ലെ? ആർട്ടിക്കിൾ 14. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വകുപ്പ് 15 വരാം. ആർട്ടിക്കിൾ 15 അതിനകത്ത് പറയുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ ജാതിയുടെ അടിസ്ഥാനത്തിലോ മതത്തിൻ്റെ അടിസ്ഥാനത്തിലോ കുലത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഒരാൾ ജനിച്ച പ്രദേശത്തിൻ്റെ അടിസ്ഥാനത്തിലോ അയാളുടെ ഭാഷയുടെ അടിസ്ഥാനത്തിലോ ജെൻഡറിൻ്റെ അടിസ്ഥാനത്തിലോ ഈ രാജ്യത്ത് അയാൾ വിവേചനം അനുഭവിക്കാൻ പാടില്ല. അല്ലെങ്കിൽ സ്റ്റേറ്റ് അയാളോട് യാതൊരു തരത്തിലുള്ള വിവേചനവും ഈ പറഞ്ഞ ഗ്രൗണ്ട്സിൽ കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 15, അല്ലേ? അപ്പോൾ ജാതി, മതം, കുലം, വർഗം, ജന്മസ്ഥലം, ഭാഷ, അതുപോലെ തന്നെ എന്താണ് ജെൻഡർ എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം പൗരന് എന്താണ് ഇവിടെ ഉണ്ടാവരുത് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15. വേറെ രീതിയിൽ പറഞ്ഞാൽ ആ പറഞ്ഞ കാര്യം വേറെ രീതിയിൽ നമ്മൾ അവതരിപ്പിച്ചാൽ പൊതുസ്ഥലം എന്ന് പറഞ്ഞാൽ സർക്കാർ വകയാണ്. പൊതുസ്ഥലത്ത് എല്ലാവർക്കും അവകാശമുണ്ട്, അല്ലെ? ഇപ്പോൾ ഒരു പൊതു കളിസ്ഥലം, അവിടെ എല്ലാവർക്കും പോയി കളിക്കാനായിട്ട് പറ്റും, ആരെയും മാറ്റി നിർത്താനായിട്ട് പറ്റത്തില്ല. അതുപോലെ പൊതു ടാപ്പ്, അവിടെ ആർക്കും വെള്ളം എടുക്കാം. പൊതു കിണർ, ആർക്കും വെള്ളം കോരാം. പൊതു കുളം, ആർക്കും കുളിക്കാനായിട്ട് പറ്റും, ആരെയും മാറ്റി നിർത്തത്തില്ല. അപ്പൊ അതാണ് ഈ പറഞ്ഞ ആർട്ടിക്കിൾ 15 പറയുന്ന ആശയം. വേറെ രീതിയിൽ നമുക്ക് ഇങ്ങനെയും പറയാം, സ്ത്രീ പുരുഷ സമത്വം പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത് എന്ന് ചോദിച്ചാലും വകുപ്പ് 15, അല്ലെ? അപ്പൊ ജാതിയുടെ, മതത്തിന്റെ, കുലത്തിന്റെ അടിസ്ഥാനത്തിൽ, ഭാഷയുടെ അടിസ്ഥാനത്തിൽ, ജെൻഡറിന്റെ അടിസ്ഥാനത്തിൽ, ജന്മസ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരനോട് വിവേചനം കാണിക്കരുത് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15. വേറെ രീതിയിൽ സ്ത്രീ പുരുഷ സമത്വം പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതെന്ന് ചോദിച്ചാലും ഏതാണ്? വകുപ്പ് 15. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു വകുപ്പിലോട്ട് വരാം. വകുപ്പ് 15(3). ഇവിടെ എഴുതിയിട്ടില്ല. വകുപ്പ് 15(3). 15(3) പറയുന്ന കാര്യം, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടും പ്രത്യേകം പദ്ധതികളോ നിയമമോ നിർമ്മിക്കുന്നതിന് സ്റ്റേറ്റിന് അധികാരമുണ്ട്.
സ്ത്രീകൾക്ക് വേണ്ടിയിട്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ടോ പ്രത്യേക എന്താണ് പദ്ധതികളോ നിയമമോ ആവിഷ്കരിക്കുന്നതിന് നടപ്പിലാക്കുന്നതിന് സ്റ്റേറ്റിന് അധികാരമുണ്ട് എന്ന് പറയുന്നതാണ് 15(3) അല്ലെ. അപ്പൊ യാതൊരു വിധത്തിലുള്ള വിവേചനവും പാടില്ല എന്ന് പറയുമ്പോൾ ഇത് ഈ പറഞ്ഞ ഇവിടെ തെറ്റല്ല. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക നിയമങ്ങൾ ഉണ്ടാക്കിയാൽ, കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പദ്ധതികൾ ഉണ്ടാക്കിയാൽ അത് ഈ പറഞ്ഞ ആ വിവേചനം എന്നതിനകത്ത് പെടുന്നില്ല. സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് സ്റ്റേറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ക്ഷേമത്തിന് വേണ്ടിയിട്ട് ചെയ്താൽ അതെന്താണ്, അത് സാധുവാണ്, അത് അസാധുവാകുന്നില്ല, ഈ പറഞ്ഞ 15ന് വിരുദ്ധമാകുന്നില്ല എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ആർട്ടിക്കിൾ 15(3) പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ആർട്ടിക്കിളാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ആർട്ടിക്കിൾ 15(4). ഈ ആർട്ടിക്കിൾ 15(4) ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആർട്ടിക്കിൾ അല്ല, പിന്നീട് ഭരണഘടനയിലോട്ട് കൂട്ടിച്ചേർത്ത ആർട്ടിക്കിളാണ്. കൂട്ടിച്ചേർത്തു എന്ന് പറയുമ്പോൾ അത് എന്നാണ് എന്ന് ചോദിച്ചാൽ 1951 ഭരണഘടനയിലെ ആദ്യത്തെ ഭേദഗതി. ഭരണഘടനയിലെ ആദ്യത്തെ ഭേദഗതി പ്രകാരം ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു വകുപ്പാണ് 15(4). ഈ 15(4) പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പിന്നാക്ക വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടോ ക്ഷേമത്തിന് വേണ്ടിയിട്ടോ സർക്കാരിന് പ്രത്യേക പദ്ധതികളോ നിയമങ്ങളോ ഉണ്ടാക്കുന്നതിന് ആർട്ടിക്കിൾ 15 തടസ്സമല്ല. അല്ലെ, ആർട്ടിക്കിൾ 15 എന്ന് പറഞ്ഞാൽ വിവേചനം പാടില്ല എന്നാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നാക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട്, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഉന്നമനത്തിനോ അവരുടെ ക്ഷേമത്തിനോ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഏതെങ്കിലും തരത്തിലുള്ള നിയമമോ പദ്ധതിയോ ഉണ്ടാക്കിയാൽ അത് ആർട്ടിക്കിൾ 15ന് എന്താണ്, തടസ്സമല്ല. പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. പിന്നാക്ക വിഭാഗങ്ങളുടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായിട്ട് പദ്ധതികൾ ആവിഷ്കരിക്കാൻ സർക്കാരിന് അനുവാദം നൽകുന്ന വകുപ്പ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചു. ഏതാണ്? 15(4). അതുപോലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണത്തിനും ഉന്നമനത്തിനും ക്ഷേമത്തിനും വേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കാൻ സ്റ്റേറ്റിന് അനുവാദം നൽകുന്ന വകുപ്പ് ഏത് എന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 15(3) അപ്പൊ അത് ശ്രദ്ധിച്ചു വെക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു വകുപ്പിലോട്ട് വരാം. ഏതാണ്? വകുപ്പ് 16. വകുപ്പ് 16 പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവസര സമത്വം. അവസര സമത്വം, ഈക്വൽ ഓപ്പർച്യൂണിറ്റി. നിങ്ങൾ ആമുഖം പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈക്വാലിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 കൺസെപ്റ്റ് ഉണ്ട്. എന്താണ്? ഒന്ന് ഈക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ്, വേറൊന്ന് ഈക്വൽ ഓപ്പർച്യൂണിറ്റി. ഈക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ്, വേറൊന്ന് ഈക്വൽ ഓപ്പർച്യൂണിറ്റി. ഈക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട വകുപ്പുകളാണ് ഏത്? 14, 15 ഒക്കെ. 16 പറയുന്നത് എന്താണ്? അവസര സമത്വമാണ്. അതായത് അവസരങ്ങളിലും എല്ലാവർക്കും എന്താണ്? തുല്യത. അല്ലെ, എല്ലാവർക്കും ചിലപ്പോൾ അവസരം കിട്ടണമെന്നില്ല. അപ്പൊ ചില പദ്ധതികളിലൂടെയൊക്കെ ആയിരിക്കും ആ അവസരം എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. അതിനാണ് സംവരണം പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? വകുപ്പ് 16 വകുപ്പ് 16, അവസര സമത്വം. ഇനി അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു കാര്യം പ്രത്യേകം പഠിച്ചോണം. വകുപ്പ് 16(4). വകുപ്പ് 16(4) അല്ലെ, സർക്കാർ സർവീസിൽ അല്ലെങ്കിൽ പൊതു നിയമനങ്ങളിലെ സംവരണം. പൊതു നിയമനങ്ങളിലെ സംവരണത്തെ കുറിച്ച് പറയുന്ന ഭരണഘടനാ വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ വകുപ്പ് 16(4). അപ്പോൾ 2 പോയിന്റാണ് പറഞ്ഞത്. ആർട്ടിക്കിൾ 16 പറയുന്നത് അവസര സമത്വമാണ്. നിങ്ങൾ ഏത് ജാതിയിൽ, ഏത് മതത്തിൽ, ഏത് കുലത്തിൽ ജനിച്ചവരോ ആകട്ടെ, ഈ രാജ്യത്ത് എന്തുമായി തീരാൻ നിങ്ങൾക്ക് പറ്റും. ഈ രാജ്യത്തെ പ്രസിഡന്റ് ആകാൻ ഒരു ദളിതനായിട്ടുള്ള ഒരാൾക്ക് പറ്റുമോ എന്ന് ചോദിച്ചാൽ ആർക്കും പറ്റും. അല്ലെ, ഈ രാജ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആവാൻ ഒരു ദളിതന് പറ്റുമില്ലേ, അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞ ഗോത്രവർഗ്ഗക്കാരന് പറ്റത്തില്ലേ എന്ന് ചോദിച്ചാൽ പറ്റും. ആർക്കും ഈ രാജ്യത്ത് ഏത് പൊസിഷനിലോട്ടും യോഗ്യതയുണ്ടെങ്കിൽ കടന്നു വരാൻ പറ്റും. അതിനുള്ള അവസരം ഈ രാജ്യം നൽകുന്നുണ്ട് എന്നാണ് ആർട്ടിക്കിൾ 16 പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ആർട്ടിക്കിൾ 16(4) പറയുന്നത് എന്താണ്? സർക്കാർ നിയമനങ്ങളിലെ സംവരണം, പൊതു നിയമനങ്ങളിലെ സംവരണം. അത് പറയുന്ന വകുപ്പാണ് 16(4). അപ്പോൾ 15(3) പഠിച്ചിട്ടുണ്ട്, അതുപോലെ 15(4) പഠിച്ചിട്ടുണ്ട്, 16(4) പഠിച്ചിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കേണ്ട വകുപ്പുകളാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ആർട്ടിക്കിൾ 17 വരാം. ആർട്ടിക്കിൾ 17 പറയുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, തൊട്ടുകൂടായ്മ നിരോധനം, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. തൊട്ടുകൂടായ്മ നിരോധനം നിങ്ങൾക്കറിയാം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അതിനകത്തോട്ട് വരുന്നില്ല, വിശദീകരിച്ച് കുളവാക്കണ്ട. അപ്പൊ അതിനകത്തോട്ട് വരുന്നില്ല. അപ്പൊ ആർട്ടിക്കിൾ 17 പറയുന്നത് എന്താണ്? തൊട്ടുകൂടായ്മ നിരോധനം. അല്ലെ, അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കേണ്ടായി.
ഭരണഘടനയിൽ തൊട്ടുകൂടായ്മ നിരോധനത്തെക്കുറിച്ച് പറയുന്നു. സ്റ്റേറ്റ് അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പൊക്കെ എടുക്കണമെന്നാണ് ഏതിൽ പറയുന്നത്? ആർട്ടിക്കിൾ 17 പറയുന്നത്. അവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, പരീക്ഷയ്ക്ക് പണ്ട് ചോദിച്ച ഒരു ചോദ്യമാണ്, ഭരണഘടനാ നിർമ്മാണ സമിതി ഏത് നിയമം പാസ്സാക്കുമ്പോഴാണ് വലിയ ഹർഷാരവത്തോടെ കരഘോഷത്തോടെ മഹാത്മാഗാന്ധിയുടെ മുദ്രാവാക്യം മുഴക്കി സ്വീകരിച്ചത്, പാസ്സാക്കിയത് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 17 പാസ്സാക്കുമ്പോഴാണ്, അല്ലെ? അപ്പോൾ ഏത് ഭരണഘടനാ വകുപ്പ് പാസ്സാക്കുമ്പോഴാണ് ഭരണഘടനാ നിർമ്മാണ സമിതി വലിയ കരഘോഷത്തോടുകൂടി മഹാത്മാഗാന്ധിയുടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസ്സാക്കിയതെന്ന് ചോദിച്ചാൽ വകുപ്പ് 17 തൊട്ടുകൂടായ്മ നിരോധനം എന്ന് പറയുന്ന വകുപ്പ് പാസ്സാക്കുമ്പോഴാണ്. ഇനി ആ പറഞ്ഞ ആർട്ടിക്കിൾ 17 പശ്ചാത്തലത്തിൽ പിന്നീട് ഇന്ത്യൻ പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അതാണ് ദി അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട്. അസ്പൃശ്യത എന്ന് പറയുന്ന മനോഭാവം അല്ലെങ്കിൽ ആ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് ഈ പറഞ്ഞ ഒഫൻസ് ആണ്, അതൊരു ഒഫൻസ് ആണ്, അതിന് ഈ പറഞ്ഞ ശിക്ഷയുണ്ട്, അല്ലെ? അതിന് ശിക്ഷയുണ്ട്. അതൊക്കെ പറയുന്ന ഒരു നിയമം ദ അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, ദ അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് പാർലമെന്റ് പാസ്സാക്കിയത് എന്നാണ് എന്ന് ചോദിച്ചാൽ 1955-ലാണ്. 1955-ലാണ് ദി അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് പാസ്സാക്കിയത്. ഇത് പിന്നീട് വേറൊരു പേരിലോട്ട് മാറി. ഈ പറഞ്ഞ 1955 പാസ്സാക്കിയ നിയമം 1976 വേറൊരു രീതിയിലോട്ട് അല്ലെങ്കിൽ വേറൊരു പേരിലോട്ട് മാറി. അതാണ് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട്. പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട്. ആദ്യത്തെ നിയമം എന്ന് പറയുന്നത് ദ അൺടച്ചബിലിറ്റി ഒഫൻസ് ആക്ട് ആണ്. അതിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പേര് മാറ്റി ദ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട്. ഇതെന്നാണ് എന്ന് ചോദിച്ചാൽ അത് 1976-ലാണ്. 1976. അപ്പോൾ അത് 2 വർഷവും പഠിക്കണം. ദ അൺടച്ചബിലിറ്റി ഒഫൻസ് ആക്ട് 1955, പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1976. ശരി. അപ്പോൾ ആർട്ടിക്കിൾ 17. ഇനി അത് കഴിഞ്ഞിട്ട് ഭരണഘടനയിൽ സമത്വാവകാശത്തിൻ്റെ ഭാഗത്ത് വരുന്ന അടുത്ത വകുപ്പാണ് വകുപ്പ് 18. വകുപ്പ് 18 പറയുന്ന കാര്യം എന്താണ്? പദവികൾ നൽകരുത്. സ്റ്റേറ്റ് പദവികൾ നൽകരുത്, അല്ലേ? ഈ നൽകരുത് എന്ന് പറയുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പം നമ്മൾ സമത്വം എന്ന് പറയുന്ന അവകാശം അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വകുപ്പുകളാണ്, അല്ലേ? അപ്പോൾ സ്റ്റേറ്റ് എന്തെങ്കിലുമൊക്കെ പദവി ആർക്കെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, പൗരന്മാർക്ക് ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഈ സമത്വം എന്ന് പറയുന്ന സങ്കല്പം നിലനിൽക്കത്തില്ല. ആർക്കെങ്കിലുമൊക്കെ കുറച്ച് അപ്രമാദിത്വവും ഔന്നത്യവും ഒക്കെ സമൂഹത്തിൽ കിട്ടുന്ന ഒരു സാഹചര്യം സ്റ്റേറ്റ് ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള പദവികൾ കൊടുക്കാനായിട്ട് പാടില്ല, അല്ലേ? സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഇവിടെ രാജാക്കന്മാരുണ്ടായിരുന്നു, പേഷമാരുണ്ടായിരുന്നു, നവാബുമാരുണ്ടായിരുന്നു, അങ്ങനെ കുറേ ജമീന്ദാർമാരുണ്ടായിരുന്നു. അങ്ങനെ ഒരു അധികാരവർഗം വേറൊരു രീതിയിൽ ഇവിടെ ഉണ്ടായിരുന്നു. അത്തരം അധികാരവർഗങ്ങളൊന്നും ഈ പറഞ്ഞ സ്വാതന്ത്ര്യം കിട്ടി ഭരണഘടന വന്ന ഈ രാജ്യത്ത് ഉണ്ടാവാനായിട്ട് പാടില്ല. പാരലായിട്ടുള്ള ഒരു ഗവൺമെൻറ് ഉണ്ടാവാൻ പാടില്ല. ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ ഒരു ഗവൺമെൻറ് ഉണ്ട്. പാരലായിട്ടുള്ള ഒരു ഗവൺമെൻറ്റോ പാരലായിട്ടുള്ള അധികാര സ്ഥാപനങ്ങളോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ സമത്വം എന്ന് പറയുന്ന സങ്കല്പത്തിന് വിഘാതമായിട്ട് മാറും. അപ്പോൾ അത്തരം കാര്യങ്ങളെ ഗവൺമെൻറ് എൻ്റർടൈൻ ചെയ്യിക്കരുത്. അതായത് പദവികൾ നൽകരുത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സൈനിക ബഹുമതികൾ നൽകുന്നത് ആർട്ടിക്കിൾ 18 വയലേഷൻ ആവത്തില്ല. ആർട്ടിക്കിൾ 18 അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്, പദവികൾ നൽകരുത് എന്ന് പറയുന്നത്. പക്ഷേ സൈനിക ബഹുമതികൾ നൽകുന്നത് ഇപ്പോൾ പരംവീർ ചക്ര ഏറ്റവും ഉയർന്ന ഗാലൻട്രി പുരസ്കാരമാണ്, ഏറ്റവും ഉയർന്ന സൈനിക ബഹുമതിയാണ് പരംവീർ ചക്ര, മഹാവീർ ചക്ര, അല്ലെ? വീർ ചക്ര, അശോക ചക്ര, ഇതൊക്കെ സൈനിക ബഹുമതികളാണ്. ഇങ്ങനെയുള്ള സൈനിക ബഹുമതികൾ സ്റ്റേറ്റിന് നൽകാം, അല്ലെ? ഇങ്ങനെയുള്ള സൈനിക ബഹുമതികൾ സ്റ്റേറ്റിന് നൽകാം. അത് ഏതിൻ്റെ കീഴിൽ വരത്തില്ല? ടൈറ്റിൽസ് എന്ന് പറയുന്നതിൻ്റെ കീഴിൽ വരത്തില്ല. നേരത്തെ പാടില്ല എന്ന് പറഞ്ഞ ആ ടൈറ്റിൽസിൻ്റെ കീഴിൽ വരത്തില്ല. അതുപോലെ സിവിലിയൻ ബഹുമതികൾ നൽകാം. ഭാരതരത്നം, അല്ലെ? പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ പോലുള്ള സിവിലിയൻ ബഹുമതികൾ നൽകാം. അതും ടൈറ്റിലിൻ്റെ പരിധിയിൽ വരത്തില്ല. അതുപോലെ തന്നെ വിദ്യാഭ്യാസ ബഹുമതികൾ, നിങ്ങൾക്ക് ഡീലിറ്റ് ബിരുദം കിട്ടി, അല്ലെങ്കിൽ PhD കിട്ടി, MPhil കിട്ടി, ഇതൊക്കെ എന്താണ്? വിദ്യാഭ്യാസ ബഹുമതികളാണ്. ഇതും ഏതിനകത്ത് വരുന്നില്ല? ടൈറ്റിൽസിനകത്ത് വരുന്നില്ല. അപ്പോൾ ആർട്ടിക്കിൾ 18 പറയുന്ന എന്താണ്? അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. പദവികൾ എന്ത് ചെയ്യുന്നു? നിരോധിക്കുന്നു. പദവികൾ നിരോധിക്കുന്നു. പക്ഷേ ഭാരതരത്നം പോലുള്ള സൈനിക ബഹുമതികൾ പോലുള്ളവ നൽകുന്നതിന് ആർട്ടിക്കിൾ 18 തടസ്സമല്ല എന്നുകൂടി പറയുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ഭരണഘടനയിൽ 14 മുതൽ 18 വരെയുള്ള വകുപ്പുകൾക്കകത്തുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ പറഞ്ഞ 5 വകുപ്പുകളിൽ പറയുന്ന കാര്യങ്ങളിലൂടെയാണ് സമത്വം എന്ന് പറയുന്ന എന്താണ് ആശയം പ്രകടിപ്പിക്കപ്പെടുന്നത്. അതിനകത്ത് എന്താണ് ഉള്ളത് എന്ന് പ്രകടിപ്പിക്കപ്പെടുന്നത് 14 മുതൽ 18 വരെയുള്ള വകുപ്പുകളിലായിട്ടാണ്. അതാണ് നമ്മുടെ ആദ്യത്തെ മൗലികാവകാശം, സമത്വ അവകാശം. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ രണ്ടാമത്തെ മൗലിക അവകാശം. നമ്മുടെ രണ്ടാമത്തെ മൗലിക അവകാശമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. രണ്ടാമത്തെ മൗലിക അവകാശം റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഭരണഘടനയിൽ 19 മുതൽ 22 വരെ വകുപ്പ്, അല്ലെ? 14 മുതൽ 18 വരെ സമത്വാവകാശം, അതിനെ തുടർന്ന് 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അതിൽ ഓരോരോ വകുപ്പുകളിലായിട്ട് വരാം. അതിൽ ആദ്യത്തെ വകുപ്പ് വകുപ്പ് 19. വകുപ്പ് 19. വകുപ്പ് 19 പറയുന്നത് എന്താണ്? 6 സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ്. വകുപ്പ് 19 പറയുന്നത് 6 സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ഈ വകുപ്പിനെ നമ്മൾ പറയും പൗരസ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനം. പൗരസ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനമായിട്ട് കണക്കാക്കപ്പെടുന്ന മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏത് എന്ന് ചോദിച്ചാൽ വകുപ്പ് 19 പൗരസ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനമായിട്ട് കണക്കാക്കപ്പെടുന്ന മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പാണ് വകുപ്പ് 19. ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനമായിട്ട് കണക്കാക്കപ്പെടുന്ന വകുപ്പാണ് വകുപ്പ് 14, അല്ലെ? അപ്പം വകുപ്പ് 19 എന്താണ് പറയുന്നത്? ഒരു പൗരന്റെ 6 സ്വാതന്ത്ര്യങ്ങളാണ്. ഏതൊക്കെയാണ് 6 സ്വാതന്ത്ര്യങ്ങൾ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം. അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം, അഭിപ്രായ പ്രകടനത്തിനുള്ള ആശയ ആവിഷ്കാരത്തിനുള്ള സ്വാതന്ത്ര്യം 19(1)(a). അഭിപ്രായ പ്രകടനത്തിനുള്ള ആശയ ആവിഷ്കാരത്തിനുള്ള സ്വാതന്ത്ര്യം ഏതാണ്? ഒന്നാമത്തെ സ്വാതന്ത്ര്യം 19(1)(a). 19(1)(a). ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു സ്വാതന്ത്ര്യം സമ്മേളന സ്വാതന്ത്ര്യം. സമ്മേളന സ്വാതന്ത്ര്യം. സമ്മേളന സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ സമാധാനമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സമ്മേളിക്കാം. സമ്മേളന സ്വാതന്ത്ര്യം 19(1)(b), അല്ലെ? അപ്പോൾ അഭിപ്രായ പ്രകടനത്തിലുള്ള സ്വാതന്ത്ര്യം 19(1)(a), സമ്മേളന സ്വാതന്ത്ര്യം 19(1)(b). ഇനി അത് കഴിഞ്ഞിട്ട് സംഘടനാ സ്വാതന്ത്ര്യം, അല്ലെ? സംഘടനാ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. സംഘടനകളിൽ ചേരാം, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാം. സംഘടനാ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് 19(1)(c), അല്ലെ? അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായ സ്വാതന്ത്ര്യം 19(1)(a), അത് കൃത്യമായിട്ട് പഠിക്കണം. 19(1)(a), സമ്മേളന സ്വാതന്ത്ര്യം 19(1)(b), സംഘടനാ സ്വാതന്ത്ര്യം 19(1)(c). അടുത്തത് സഞ്ചാര സ്വാതന്ത്ര്യം, അല്ലെ? സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ പൊതുവെ നിങ്ങൾ പരത്തിയ ഒരു കാര്യം പറയും. എന്താണ്? ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാം എന്ന് പറയും. ശരിയാണ്. പക്ഷേ ഈ പറഞ്ഞ അത് മാത്രമല്ല, നമ്മൾ റോഡിൽ കൂടി നമ്മുടെ വണ്ടിയുമായിട്ട് പോകുമ്പോൾ ആ വണ്ടിക്ക് സുഖമായിട്ട് പോകാനായിട്ട് പറ്റണം. പക്ഷെ ഒരു ജാഥ, ആ ജാഥ വരുന്നത് കൊണ്ട് നമ്മുടെ ഈ പറഞ്ഞ സഞ്ചാര സ്വാതന്ത്ര്യം ആവിയായി പോകുന്നു, അല്ലെ? അവിടെ ഈ പറഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടി പെട്ടെന്നൊരു ഹർത്താൽ പ്രഖ്യാപിച്ചു, വണ്ടി തടയുന്നു, നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം ആവിയായിട്ട് പോകുന്നു. ഇതെല്ലാം ഈ പറഞ്ഞ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തടസ്സമായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഒരു അർത്ഥവും കൂടി അതിനകത്തുണ്ട്. അത് നമ്മൾ പരത്തി പറയുമ്പോഴാണ് ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടുമുറ്റത്ത് പോലെ നേരെ ചൊവ്വേ സഞ്ചരിക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. 10 കിലോമീറ്റർ ദൂരം നമ്മൾ 3 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിൽ തടസ്സം നേരിടുന്നു എന്നാണ്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കി വെക്കുക. സഞ്ചാര സ്വാതന്ത്ര്യം 19(1)(d). ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ എവിടെയും സ്ഥിരതാമസമാക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, അല്ലെ? അപ്പൊ ഫ്രീഡം ഓഫ് റെസൈഡ് ആൻഡ് സെറ്റിൽ എനിവെയർ ഇൻ ഇന്ത്യ. എനിവെയർ ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ എവിടെയും സ്ഥിരതാമസമാക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. പണ്ട് ഈ കാര്യം പറയുമ്പോൾ എക്സെപ്റ്റ് ജമ്മു കാശ്മീർ, ജമ്മു കാശ്മീർ ഒഴികെ ഇന്ത്യയിൽ എവിടെയും സ്ഥിരതാമസമാക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുമായിരുന്നു. ഇപ്പോൾ ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞ സ്ഥിതിക്ക് നമുക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം? ഈ ജമ്മു കാശ്മീരിൽ സെറ്റിൽ ചെയ്യാനായിട്ട് പറ്റും. നിലവിലത്തെ സാഹചര്യത്തിൽ, കാലം കഴിയുമ്പോൾ ചിലപ്പോൾ അതിൽ മാറ്റം വരുമായിരിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ജമ്മു കാശ്മീരിൽ വേണമെങ്കിലും സെറ്റിൽ ചെയ്യാം. അപ്പോൾ ഇന്ത്യയിൽ എവിടെയും സ്ഥിരതാമസമാക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ് 19(1)(e). 19(1)(e). ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തത് തൊഴിൽ സ്വാതന്ത്ര്യം, അല്ലെ? തൊഴിൽ സ്വാതന്ത്ര്യം. എന്താണ് തൊഴിൽ സ്വാതന്ത്ര്യം എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ട തൊഴിൽ ചെയ്ത് ജീവിക്കാം എന്ന് നിങ്ങൾ പരത്തി പറയും. അതായത് ഡോക്ടർ ആവാം, ടീച്ചർ ആവാം, എഞ്ചിനീയർ ആവാം, വക്കീലാവാം, ഏത് തൊഴിൽ വേണോ നിങ്ങൾക്ക് ചെയ്യാം, അല്ലേ? ആ ഒരു അർത്ഥം ശരി തന്നെയാണ്. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം, പണ്ട് അതായത് നമ്മുടെ ഈ ഭരണഘടന വരുന്നതിന് മുമ്പൊക്കെ കാലാകാലങ്ങളായിട്ടുള്ള ഒരു പ്രാക്ടീസ് എന്താണെന്ന് ചോദിച്ചാൽ ചില തൊഴിലുകളൊക്കെ ചില ജാതിക്കാർക്ക്, ചില മതക്കാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. മറ്റാരെങ്കിലും ആ തൊഴിലിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവനെ തടസ്സപ്പെടുത്തുമായിരുന്നു. പക്ഷേ ഈ ഭരണഘടന പറയുന്നത് അങ്ങനെയുള്ള കുത്തകവൽക്കരണമൊന്നും തൊഴിലിൻ്റെ കാര്യത്തിൽ ഇല്ല. ആർക്ക് വേണമെങ്കിലും ഏത് തൊഴിലെടുത്ത് വേണമെങ്കിലും ഈ രാജ്യത്ത് ജീവിക്കാം എന്നാണ് പറയുന്നത്. തൊഴിൽ സ്വാതന്ത്ര്യം 19(1)(g). 19(1)(g), അല്ലെ? അപ്പം നിങ്ങൾക്കൊരു സംശയം വന്നു,
എന്താണ് ഇന്ത്യയിൽ എവിടെയും സ്ഥിരതാമസമാക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. അത് 19(1)(e)യിലാണ് പറഞ്ഞത്. അപ്പോൾ അടുത്ത് തരേണ്ടത് FLA എന്നൊരു സംശയം നിങ്ങൾക്ക് വരും. ആണ്, F ഉണ്ടായിരുന്നു, പിന്നീട് അത് ഡിലീറ്റ് ചെയ്തു. എന്താണ്, സ്വത്തവകാശവുമായി ബന്ധപ്പെട്ടൊരു കാര്യം നേരത്തെ ഇവിടെ പറയുമായിരുന്നു, അതെടുത്ത് കളഞ്ഞു. അപ്പോൾ F ഇല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏതാണ്, G അല്ലേ. അപ്പോൾ പൗര സ്വാതന്ത്ര്യം എത്രയാണ്? 6 സ്വാതന്ത്ര്യങ്ങൾ. 6 സ്വാതന്ത്ര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഈ വകുപ്പുകൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കണം. ഒന്നുകൂടി പറയണം, ഉറപ്പിക്കണം എന്നൊക്കെ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷേ അങ്ങനെ പറയാൻ നിന്നാൽ ഈ വീഡിയോയുടെ ലെങ്ത് ഒരുപാടായി പോകും. അതുകൊണ്ട് അതിനകത്തോട്ട് വരാനായിട്ട് പറ്റില്ല. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം, മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നുണ്ടോ എന്നൊരു ചോദ്യം. മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഭരണഘടനയിൽ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മാധ്യമ സ്വാതന്ത്ര്യം എന്നുള്ള രീതിയിൽ പറയുന്നില്ല എങ്കിലും 19(1)(a) എന്ന് പറയുന്ന വകുപ്പിൽ എന്താണ് പറയുന്നത്? 19(1)(a) എന്ന് പറയുന്ന വകുപ്പിൽ പറയുന്നത് അഭിപ്രായ പ്രകടനത്തിലുള്ള സ്വാതന്ത്ര്യം, ആശയാവിഷ്കാരത്തിനുള്ള സ്വാതന്ത്ര്യം എന്നുള്ളതാണ് അല്ലേ. അത് മാധ്യമ സ്വാതന്ത്ര്യവുമാണ്. അതെന്താണ്, മാധ്യമ സ്വാതന്ത്ര്യവുമാണ്. അപ്പം നമ്മുടെ രാജ്യത്ത് മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? 19(1)(a)യുടെ അടിസ്ഥാനത്തിലാണ്. അഭിപ്രായ പ്രകടനത്തിലുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ഏതും മാധ്യമ സ്വാതന്ത്ര്യവും. അല്ലാതെ മാധ്യമ സ്വാതന്ത്ര്യം എന്നും പ്രത്യേകം പറഞ്ഞൊരു വകുപ്പ് ഭരണഘടനയിൽ ഇല്ല. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ ഇന്ന് വിവരാവകാശ നിയമമുണ്ട്. ആ വിവരാവകാശ നിയമം രൂപം കൊള്ളുന്നതിന് പരോക്ഷമായിട്ട് കാരണമായ വകുപ്പ് ഏതാണ്? പ്രത്യക്ഷത്തിലല്ല, പരോക്ഷമായിട്ട് കാരണമായ വകുപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ 19(1)(a) ആണ്. 19(1)(a)യിൽ എന്താണ് പറയുന്നത്? അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അതിനകത്ത് പല കാര്യങ്ങളിലും സംശയം വരും. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചില ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ അതിന് ഞാൻ ഉത്തരം പറയേണ്ടി വരും. അഭിപ്രായം കേൾക്കുമ്പോൾ ഉള്ള പ്രശ്നമാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു മറുപുറമാണ് വിവരങ്ങൾ അറിയാനുള്ള അവകാശവും. അപ്പോൾ ആ പറഞ്ഞ ഒരു പോയിന്റിൽ നിന്നാണ് വിവരാവകാശ നിയമത്തിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങളൊക്കെ രാജ്യത്ത് പിന്നീട് നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വകുപ്പ്, നേരിട്ട് ബന്ധമൊന്നുമില്ല, അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വകുപ്പ് എന്ന് ചോദിച്ചാൽ അതും 19(1)(a) ആണ്. അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം ആ പറയുന്ന വകുപ്പാണ്. നിങ്ങൾക്കറിയാലോ, വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമല്ല, സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. വിവരാവകാശ നിയമമായിട്ടോ വിവരാവകാശ കമ്മീഷനുമായിട്ടോ നേരിട്ട് ബന്ധമുള്ള വകുപ്പുകളൊന്നും നമ്മുടെ ഭരണഘടനയിലില്ല. ഈ ഒരു വകുപ്പിനെ ഇൻ്റർപ്രിറ്റ് ചെയ്ത് ആ ഒരു അർത്ഥത്തിൽ കൊണ്ടുവരാം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കി വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ ആ സമയത്ത് തന്നെ സസ്പെൻഡ് ചെയ്യപ്പെടുന്ന മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് വകുപ്പ് 19 ആണ് അല്ലേ. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് തന്നെ സസ്പെൻഡ് ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ ആദ്യം സസ്പെൻഡ് ചെയ്യപ്പെടുന്ന മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 19 ആണ് അല്ലേ. രാജ്യത്ത് അടിയന്തരാവസ്ഥയാണ്, രാജ്യം വേറൊരു രാജ്യവുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം, സർക്കാരിനെ വിമർശിക്കുക അല്ലെ, അഭിപ്രായ സ്വാതന്ത്ര്യം, നിങ്ങളുടെ സമ്മേളന സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, അതിലൊക്കെ ഈ പറഞ്ഞ നിയന്ത്രണങ്ങളുണ്ടാവും. അതൊക്കെ സസ്പെൻഡ് ചെയ്യപ്പെടും അല്ലെ. അപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് ആദ്യം സസ്പെൻഡ് ചെയ്യപ്പെടുന്ന മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏത് എന്ന് ചോദിച്ചാൽ വകുപ്പ് 19 ആണ്. ഇനി ആ കാര്യം പറയുന്നത് എവിടെയാണ്, അങ്ങനെ ആ ഒരു പോയിന്റ് പറയുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്ന ഭരണഘടനാ ഭാഗമുണ്ട്. അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്ന ഭരണഘടനാ ഭാഗം 18 ആണ്. മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്ന ഭരണഘടനാ ഭാഗം 3 ആണ്, പാർട്ട് 3 ആണ്. അതുപോലെ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഭാഗം 18 ആണ്. ഭാഗം 18-ൽ 352 മുതൽ 360 വരെയുള്ള വകുപ്പുകൾ അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. അതിലൊരു വകുപ്പാണ് 358. ആ വകുപ്പിലാണ് പറയുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് ആദ്യം സസ്പെൻഡ് ചെയ്യപ്പെടുന്നത് ഏത് വകുപ്പാണ്? 19-ാം വകുപ്പാണ് എന്ന് ആ ഭാഗത്താണ് പറയുന്നത്. ഇനി അവിടെ മനസ്സിലാക്കണം, 19-ാമത്തെ വകുപ്പ് മാത്രമല്ല, മറ്റ് മൗലിക അവകാശങ്ങളും അടിയന്തരാവസ്ഥ സമയത്ത് എന്ത് ചെയ്യും? സസ്പെൻഡ് ചെയ്യപ്പെടാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മൗലിക അവകാശങ്ങൾ ഒരിക്കലും അബ്സലൂട്ട് അല്ല, ഒരിക്കലും ഈ പറഞ്ഞ എന്താണ്
പെർമനൻ്റ് അല്ല, അല്ലെ? മൗലികാവകാശങ്ങൾ അബ്സല്യൂട്ട് അല്ല, പെർമനൻ്റ് അല്ല. അതിനകത്ത് റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കൊണ്ടുവരാൻ ആർക്ക് കഴിയും? സ്റ്റേറ്റിന് കഴിയും, അല്ലെ? അപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ആദ്യം 358 വകുപ്പ് അനുസരിച്ച് ആദ്യം ഏത് സസ്പെൻഡ് ആവും? 19 വകുപ്പ് സസ്പെൻഡ് ആവും. 19 വകുപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം സസ്പെൻഡ് ആവും. അതുപോലെ മറ്റു മൗലികാവകാശങ്ങളെ സസ്പെൻഡ് ചെയ്യാനായിട്ട് സ്റ്റേറ്റിന് പറ്റും. അത് പറ്റും എന്ന് പറയുന്നത് 359 വകുപ്പിലാണ്. അപ്പം 358 19 വകുപ്പ് സസ്പെൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നു. 359 വകുപ്പിൽ മറ്റു മൗലികാവകാശങ്ങളും അതുപോലെ സസ്പെൻഡ് ചെയ്യാൻ സ്റ്റേറ്റിന് പറ്റും എന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പോഴും അവിടെ ഒരു കാര്യമുണ്ട്. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും സസ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. 2 വകുപ്പ് സേവ് ആവും. ഏതൊക്കെയാണ്? 20ഉം 21ഉം. 2 വകുപ്പുകൾ ഒഴികെ എല്ലാ വകുപ്പും സസ്പെൻഡ് ചെയ്യാം. അപ്പോൾ അടിയന്തരാവസ്ഥ സമയത്ത് പോലും സസ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട 2 വകുപ്പുകൾ ഏത് എന്ന് ചോദിച്ചാൽ അത് വകുപ്പ് 20ഉം 21ഉമാണ്. വകുപ്പ് 20 എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ വകുപ്പ് 20 പറയുന്നത് അന്യായമായ ശിക്ഷയിൽ നിന്നുള്ള സംരക്ഷണമാണ്. അന്യായമായ ശിക്ഷയിൽ നിന്നുള്ള സംരക്ഷണമാണ് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് ആരെയും വിചാരണ ചെയ്യാതെ ശിക്ഷിക്കത്തില്ല. നിങ്ങളിപ്പോൾ എൻ്റെ പേരിൽ ഒരു കേസ് കൊടുത്തു എന്ന് പറഞ്ഞതുകൊണ്ട് എന്നെ ഉടനെ ശിക്ഷിക്കാനായിട്ട് പോകുന്നില്ല. വിചാരണ കൂടാതെ ആരെയും ശിക്ഷിക്കത്തില്ല, അല്ലേ? ഒരാളെ ഒരു കുറ്റത്തിന്മേൽ 2 തവണ എന്ത് ചെയ്യില്ല? വിചാരണ ചെയ്യത്തില്ല. ഒരാളെ ഒരു കുറ്റത്തിന്മേൽ 2 തവണ വിചാരണ ചെയ്യത്തില്ല. ഒരാളെ ഒരു കുറ്റത്തിന്മേൽ 2 തവണ ശിക്ഷിക്കത്തില്ല, അല്ലേ? 2 തവണ ശിക്ഷിക്കത്തില്ല. ഒരാൾ ഒരു കുറ്റം ചെയ്യുമ്പോൾ അയാൾ കുറ്റം ചെയ്യുന്ന സമയത്ത് നിലവിലുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അയാളെ വിചാരണ ചെയ്യാൻ പാടുള്ളൂ, അല്ലേ? ഒരാൾ ഒരു കുറ്റം ചെയ്യുന്ന സമയത്ത് അന്ന് നിലവിലുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വിചാരണ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇപ്പോൾ BNS നിങ്ങൾക്കറിയാം, പുതിയ നിയമമാണ് BNS. 2024 ജൂലൈ 1 പുതിയ നിയമം BNS പ്രാബല്യത്തിൽ വന്നു. അതിനു മുമ്പ് എന്തായിരുന്നു? IPC ആണ്, ഇന്ത്യൻ പീനൽ കോഡായിരുന്നു, അല്ലേ? അപ്പോൾ 2024 ജൂലൈ 1 ഒരാൾ ഒരു കുറ്റം ചെയ്താൽ അന്ന് മുതൽ ഏത് നിയമമാണ് പ്രാബല്യത്തിലുള്ളത്? BNS ആണുള്ളത്. അപ്പം BNSൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വിചാരണ നടക്കുന്നത്. അതിന് മുമ്പായിരുന്നു എങ്കിലോ അത് നടക്കുന്നത് IPCയുടെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ ഒരാൾ ഒരു കുറ്റം ചെയ്യുന്ന സമയത്ത് അന്ന് നിലവിലുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അയാളെ വിചാരണ ചെയ്യുകയുള്ളൂ. ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ആശയം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. തനിക്കെതിരായി സാക്ഷ്യം നൽകേണ്ട. തനിക്കെതിരായിട്ട് ഒരാളും എന്ത് ചെയ്യേണ്ട? സാക്ഷ്യം നൽകണ്ട, അല്ലേ? അപ്പോൾ ഞാൻ തന്നെ കുറ്റക്കാരനാകുന്ന വിധത്തിൽ ഒരു മൊഴി പോലീസിന് കൊടുക്കേണ്ട കാര്യമില്ല. പോലീസ് എങ്ങനെ ചോദിച്ചാലും ഞാൻ കുഴപ്പക്കാരനാകുന്ന വിധത്തിൽ, അതായത് ഞാൻ എന്താണ് കുറ്റവാളിയാകുന്ന വിധത്തിലുള്ള ഒരു മൊഴി ഒരു കാരണവശാലും ആർക്ക് കൊടുക്കേണ്ട കാര്യമില്ല? പോലീസിന് നൽകേണ്ട കാര്യമില്ല. അവർ വേണമെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അപ്പോൾ ഒരാളും തനിക്കെതിരായിട്ട് സാക്ഷ്യം നൽകണ്ട. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഈ ആശയങ്ങളൊക്കെ വരുന്നത് ഏത് വകുപ്പിലാണ് എന്ന് ചോദിച്ചാൽ വകുപ്പ് 20ലാണ്. വകുപ്പ് 20ലാണ്. അടിയന്തരാവസ്ഥ കാലത്തും ഈ വകുപ്പ് നിലനിൽക്കും. ഈ വകുപ്പ് സസ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുപോലെ അടിയന്തരാവസ്ഥ കാലത്തും സസ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത മറ്റൊരു വകുപ്പാണ് പറഞ്ഞു വകുപ്പ് 21. വകുപ്പ് 21 പറയുന്ന കാര്യം എന്താണ്? ജീവിക്കാനുള്ള അവകാശവും വ്യക്തി സ്വാതന്ത്ര്യവും. ജീവിക്കാനുള്ള അവകാശം, റൈറ്റ് ടു ലീവ്, അല്ലെ? ജീവിക്കാനുള്ള അവകാശവും വ്യക്തി സ്വാതന്ത്ര്യവും, അല്ലെ? ജീവിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെ ജീവിക്കണം? നിർഭയമായിട്ട് ജീവിക്കാൻ പറ്റണം, അല്ലെ? ഭയരഹിതമായിട്ട് ജീവിക്കാൻ പറ്റണം, അന്തസ്സോടെ ജീവിക്കാനായിട്ട് പറ്റണം. എങ്ങനെയെങ്കിലും ജീവിക്കുക എന്നുള്ളതല്ല, നിർഭയമായിട്ട് ജീവിക്കാൻ പറ്റണം, ഭയരഹിതമായിട്ട് ജീവിക്കാനായിട്ട് പറ്റണം, അല്ലെ? അതിനുള്ള സംവിധാനമൊക്കെ സ്റ്റേറ്റ് ഒരുക്കി തരണം, അല്ലെ? ഏതെങ്കിലും സമയത്ത് ഗുണ്ടകളുടെ ആക്രമണം ഉണ്ടാകും എന്ന് പേടിച്ചുകൊണ്ട് റോഡിൽ ഇറങ്ങിയാൽ വെട്ടിക്കൊല്ലും, തല്ലിക്കൊല്ലും എന്ന് പേടിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരു ജീവിതമല്ല. നിർഭയമായിട്ട് ജീവിക്കാനായിട്ട് പറ്റണം. നമ്മുടെ സ്വത്തിനും നമ്മുടെ ജീവനും സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട്? സ്റ്റേറ്റിനുണ്ട്, അല്ലെ? ജീവിക്കാനുള്ള അവകാശം. നമ്മൾ മറ്റുള്ളവരുടെ ജീവിക്കാനുള്ള അവകാശത്തെ മാനിക്കുകയും വേണം. അപ്പോൾ പൊതുവഴിയിൽ നിന്നുകൊണ്ട് പുക വലിച്ചുകൊണ്ടിരിക്കുകയാണ്, പുക ഊതി ഈ പറഞ്ഞ് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റുള്ളവർക്ക് ഈ പറഞ്ഞ ബുദ്ധിമുട്ടാണ്.
മറ്റുള്ളവർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഇത് ഈ പറഞ്ഞ വിഷപ്പുക ശ്വസിച്ച് ഈ ആസ്മ പിടിക്കേണ്ട സാഹചര്യമുണ്ടോ? അപ്പോൾ അത് എന്താണ് നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ഫാക്ടറി ഉണ്ട്, ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്ന സ്ഥാപനമാണ്. പക്ഷെ അത് വിഷപ്പുകയാണ് എന്ത് ചെയ്യുന്നത്? പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത്, മലിനജലമാണ് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഈ പറഞ്ഞുള്ള ആൾക്കാർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ജീവിക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ ഫാക്ടറി അവിടെയുള്ള ആൾക്കാരുടെ ജീവിക്കാനുള്ള അവകാശത്തിന് നേരെയുള്ള ഒരു കടന്നുകയറ്റമായിട്ട് മാറുന്ന ഒരു ഫാക്ടറി ആയിട്ട് മാറും. ആ ഫാക്ടറി പൂട്ടേണ്ടതാണ്. നിങ്ങളുടെ വീട്ടിലൊരു തെങ്ങുണ്ട്, നിങ്ങളുടെ വസ്തുവിൽ ഒരു തെങ്ങുണ്ട്. പക്ഷേ ആ തെങ്ങ് എൻ്റെ പുരയിടത്തിലോട്ട് ചാഞ്ഞാണ് നിൽക്കുന്നത്. മുട്ടൻ തേങ്ങയാണ് ഏതിലുള്ളത്? തെങ്ങിലുള്ളത്. അത് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ പുരയിടത്തിലുള്ള തെങ്ങാണെങ്കിലും ആ തേങ്ങ എൻ്റെ തലയിൽ വീഴാം. എൻ്റെ വീട്ടിനകത്ത് ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ തലയിൽ വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ തെങ്ങ് എൻ്റെ ജീവന് ഭീഷണിയാണ്. നിങ്ങൾ മുറിച്ച് മാറ്റി തരണം. അപ്പം ജീവിക്കാനുള്ള അവകാശം, വ്യക്തി സ്വാതന്ത്ര്യം, അതാണ് ഏത് വകുപ്പ് 21 പറയുന്നത്. അതിന് പറയും, ആ വകുപ്പ് 21 പറയും മൗലിക അവകാശങ്ങളുടെ അടിത്തറ. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് ഏത് വകുപ്പാണ് എന്ന് ചോദിച്ചാൽ വകുപ്പ് 21 അല്ലെ. പൊതുവേ മൗലികാവകാശങ്ങളെ നമ്മൾ എങ്ങനെ പറയും? ഇന്ത്യൻ ഭരണഘടനയിലെ ആണിക്കല്ല്, ഇന്ത്യൻ ഭരണഘടനയിലെ മൂലക്കല്ല് എന്ന് പൊതുവേ മൗലികാവകാശങ്ങളെ പറയും അല്ലെ. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ വകുപ്പ് 21. നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനം വകുപ്പ് 14. പൗരസ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനം വകുപ്പ് 19. അപ്പൊ അത് ഓർത്തോണം. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ ഭരണഘടനയിലെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയിലെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ഏതാണെന്ന് ചോദിച്ചാൽ വകുപ്പ് 14, വകുപ്പ് 19, വകുപ്പ് 21 അല്ലെ. വകുപ്പ് 14, 19, 21 നല്ല ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന വകുപ്പുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ 14, 19, 21. അവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോണം. AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള കേസ്, മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കേസാണ് AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ്. 1951 കേസാണ്. 951 കേസ് AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ്. ആ കേസിനകത്ത്, ആ കേസ് പരിഗണിക്കുമ്പോൾ അന്ന് സുപ്രീം കോടതി പറഞ്ഞത് ഭരണഘടനയിലെ 19 ഭരണഘടനയിലെ 21 വകുപ്പുകൾ പരസ്പര പൂരകമല്ല, പരസ്പര വിരുദ്ധമാണ് എന്നൊരു ഈ പറഞ്ഞ പൊട്ടൻ ന്യായം പറഞ്ഞു. ഏത് കേസിൽ? AK ഗോപാലൻ കേസിൽ. ഭരണഘടനയിലെ വകുപ്പ് 19 വകുപ്പ് 21 പരസ്പര പൂരകമല്ല, പരസ്പര വിരുദ്ധമാണ്, അതിനകത്തുള്ള ആശയങ്ങൾ പരസ്പര വിരുദ്ധമാണ് എന്നുള്ള ഒരു ഈ പറഞ്ഞ അഭിപ്രായം അല്ലെങ്കിൽ അങ്ങനെ ഒരു വിധി ഏത് കോടതി? സുപ്രീം കോടതി. ഏത് കേസിൽ? AK ഗോപാലൻ കേസിൽ പറഞ്ഞു. പിന്നീട് 978 വേറൊരു കേസ് സുപ്രീം കോടതിയിൽ വന്നു, മനേകാ ഗാന്ധി കേസ്. മനേകാ ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ കേസിൽ സുപ്രീം കോടതി പഴയ തെറ്റ് തിരുത്തിയിട്ട് പറഞ്ഞു ഭരണഘടനയ്ക്കകത്തുള്ള വകുപ്പ് 14, വകുപ്പ് 19, വകുപ്പ് 21 ഇവ പരസ്പര വിരുദ്ധമല്ല, പരസ്പര പൂരകമാണ്. ഓരോരോ കാര്യങ്ങളെ നമ്മൾ നോക്കിക്കാണുമ്പോൾ ഈ വകുപ്പുകളെ പരസ്പര പൂരകമായിട്ട് കണ്ടുകൊണ്ട് വേണം കാര്യങ്ങളെ എന്ത് ചെയ്യാൻ, നോക്കിക്കാണാൻ എന്നുള്ള വിധി പ്രസ്താവിച്ചത് മനേകാ ഗാന്ധി കേസിലാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടതാണ് ഇന്ത്യൻ ഭരണഘടനയിലെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വകുപ്പ് 14, 19, 21. അതൊന്ന് ശ്രദ്ധിച്ച് വായിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വകുപ്പ് 21A നിങ്ങൾക്കറിയാം, വിദ്യാഭ്യാസം മൗലിക അവകാശം അല്ലെ. വിദ്യാഭ്യാസം മൗലിക അവകാശം ഒരു പോസിറ്റീവായിട്ടുള്ള റൈറ്റ് ആണ്. വിദ്യാഭ്യാസം മൗലിക അവകാശം. 6നും 14നും ഇടയ്ക്ക് പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പ് നൽകുന്ന വകുപ്പാണ് വകുപ്പ് 21A അല്ലെ. വകുപ്പ് അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം 21A. അതായത് ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഈ വകുപ്പില്ലായിരുന്നു, പിന്നീട് ഭരണഘടനയിലോട്ട് കൂട്ടിച്ചേർത്ത വകുപ്പാണ്. എന്നാണ് 2002 ഏത് ഭേദഗതി പ്രകാരം? 86ാം ഭേദഗതി പ്രകാരം അല്ലെ. മൗലിക അവകാശങ്ങൾ ഏതെങ്കിലും ആ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ഭരണഘടനയിലോട്ട് കൂട്ടിച്ചേർക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഭരണഘടന ഭേദഗതി വേണം. അപ്പോൾ 2002
ഭരണഘടനാ ഭേദഗതി ഏതാണ് 86-ാം ഭരണഘടനാ ഭേദഗതി വഴി മൗലികാവകാശങ്ങളോടൊപ്പം കൂട്ടിച്ചേർത്തത് എന്താണ് എന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസം മൗലികാവകാശം എന്ന് പറഞ്ഞാൽ 6-നും 14-നും ഇടയ്ക്കുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധവുമായിട്ടുള്ള വിദ്യാഭ്യാസം. അതൊരു പ്രത്യേക മൗലികാവകാശമല്ല. നമ്മളിപ്പോൾ ഏതാണ് പഠിക്കുന്നത്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് 19 മുതൽ 22 വരെയാണ്. അതിനകത്താണ് ഈ ആർട്ടിക്കിൾ ഉള്ളത്. അതുകൊണ്ട് അതൊരു പ്രത്യേക അവകാശമല്ല, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണ് ഏതെന്ന് പറയുന്നത് വിദ്യാഭ്യാസം മൗലിക അവകാശം എന്ന് പറയുന്നത്, അല്ലേ? അതിൽ സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട്. വിധി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 21 എന്താണ്? ജീവിക്കാനുള്ള അവകാശം. ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ ജീവിക്കാനുള്ള അവകാശത്തിൽ നിന്ന് ഒഴുകിയിറങ്ങി വരുന്ന മറ്റൊരു അവകാശമാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്ന് ഈ പറഞ്ഞൊരു വിധി ഉണ്ട്. സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. ഉണ്ണികൃഷ്ണൻ JP വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന കേസ്. ഉണ്ണികൃഷ്ണൻ JP വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന കേസ്. അപ്പോൾ എന്തായാലും ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത് വിദ്യാഭ്യാസം മൗലിക അവകാശം. അത് ഏത് വർഷം? 2002. 2002 ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ്? AB വാജ്പേയി ആണ്, അല്ലെ? ഈ മൗലികാവകാശം ഭരണഘടനയിൽ ചേർക്കുന്ന സമയത്ത് ഇന്ത്യയിലെ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ AB വാജ്പേയി ആണ്. ആ സമയത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണ്? അല്ലെ, ഈ പറഞ്ഞ ഇത് പാസ്സാക്കുമ്പോൾ പ്രസിഡന്റ് ഒപ്പിടണമല്ലോ. ആ സമയത്ത് പ്രസിഡന്റ് ആരാണ്? APJ അബ്ദുൽ കലാം. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തൊരു വകുപ്പിലോട്ട് വരാം. വകുപ്പ് 22, അല്ലെ? വകുപ്പ് 22 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പറയുമ്പോൾ അവിടുത്തെ അവസാനത്തെ വകുപ്പാണ് വകുപ്പ് 22. വകുപ്പ് 22-ൽ പറയുന്നത് എന്താണ്? അറസ്റ്റ്, കരുതൽ, തടങ്കൽ ഇവയിൽ നിന്നുള്ള സംരക്ഷണം. അറസ്റ്റ്, കരുതൽ, തടങ്കൽ ഇവയിൽ നിന്നുള്ള സംരക്ഷണം, അല്ലെ? ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ചില മര്യാദകൾ പാലിച്ചുകൊണ്ട് വേണം അയാളെ അറസ്റ്റ് ചെയ്യേണ്ടത്. അറസ്റ്റ് വാറണ്ട് ഉണ്ടാവണം. പിന്നെ അത് കഴിഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടയാൾക്ക് ആരെയെങ്കിലും, അയാളുടെ സുഹൃത്തുക്കളായിരിക്കാം അല്ലെങ്കിൽ ബന്ധുക്കളായിരിക്കാം, അവരെ തന്നെ അറസ്റ്റ് ചെയ്തു എന്ന് വിളിച്ചറിയിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ സാക്ഷി ഉണ്ടായിരിക്കണം. അറസ്റ്റ് ചെയ്യപ്പെട്ടയാൾക്ക് വക്കീലുമായിട്ട് സ്വകാര്യമായിട്ട് സംസാരിക്കാനുള്ള അവകാശമുണ്ട്. അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ 24 മണിക്കൂറിനകത്ത് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം. 24 മണിക്കൂറിനകത്ത് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം. ഇപ്പോൾ കാശ്മീരിൽ നിന്നാണ് അറസ്റ്റ് ചെയ്യുന്നത്. കൊച്ചി പോലീസ് കാശ്മീരിൽ നിന്നാണ് ഒരാളെ അറസ്റ്റ് ചെയ്തത്. 24 മണിക്കൂറിനകത്ത് ഹാജരാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ യാത്രാ സമയം ഒഴികെയുള്ള 24 മണിക്കൂറിനകത്ത് ഒരാളെ അറസ്റ്റ് ചെയ്താൽ എവിടെ ഹാജരാക്കണം? മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം. അപ്പോൾ അതാണ് അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണം എന്ന് പറയുമ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണം. കരുതൽ, തടങ്കൽ. കരുതൽ, തടങ്കൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ കുറ്റവാളിയൊന്നുമല്ല, പക്ഷേ നിങ്ങൾ നാട്ടിലെ പ്രസിദ്ധനായിട്ടുള്ള ഒരു കള്ളനാണ്. നിങ്ങളുടെ പേരിൽ ഇപ്പോൾ ഈ പറഞ്ഞ കേസ് കാര്യങ്ങളോ വഴക്കോ ഒന്നുമില്ല. നിങ്ങൾ ഫ്രീ ആണ്, നിങ്ങൾ നാട്ടിലുണ്ട്. പക്ഷേ നാട്ടിൽ ഉത്സവം നടക്കുന്ന സമയമാണ്. അപ്പോൾ എല്ലാവരും ഉത്സവ പറമ്പിൽ പോകും. അപ്പോൾ വീട്ടിലൊന്നും ആരും കാണത്തില്ല. നിങ്ങൾക്കാണെങ്കിൽ അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട്. ആളില്ലാത്ത വീട് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഇടിച്ചകത്ത് കയറുന്ന ഒരു സ്വഭാവമുണ്ട്. അത് പോലീസിന് നന്നായിട്ട് അറിയാം. അപ്പോൾ പോലീസിൻ്റെ ജോലി എന്താണ്? ക്രൈം ഇല്ലാതെ നോക്കുക എന്നുള്ളതാണ്. ക്രൈം നടക്കാതെ നോക്കുക എന്നുള്ളതാണ്, അല്ലേ? ക്രൈം ഉണ്ട്, ആ ക്രൈം നടന്നു കഴിഞ്ഞാൽ കുറ്റവാളിയെ പിടിക്കുക പോലീസിൻ്റെ ജോലിയാണ്. അതുപോലെ ക്രൈം നടക്കാതെ നോക്കുക എന്ന് പറയുന്നത് പോലീസിൻ്റെ ധർമ്മമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളിപ്പോൾ കുറ്റമൊന്നും ചെയ്തില്ലെങ്കിൽ നിങ്ങളെ തൽക്കാലം കുറച്ച് ദിവസം പിടിച്ച് അവിടെ ഇട്ടേക്കും, അകത്തിട്ടേക്കും. അതാണ് കരുതൽ, തടങ്കൽ, അല്ലേ? നാളെ ഒരു ഹർത്താലാണ് അല്ലെങ്കിൽ നാളെ ഒരു ബന്ദാണ്. നാളത്തെ ബന്ദ് അക്രമാസക്തമാകുമെന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആ പാർട്ടിയുടെ നേതാക്കളെയൊക്കെ തൽക്കാലം പോലീസ് എന്ത് ചെയ്യും? കസ്റ്റഡിയിൽ എടുക്കും. അവർ കുറ്റമൊന്നും ഇപ്പോൾ ചെയ്തിട്ടില്ല, പക്ഷേ ചെയ്തേക്കാം എന്നുള്ള ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അങ്ങനെ ഒരു മുൻകരുതലിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവരെ തൽക്കാലത്തേക്ക് കൂട്ടിലിട്ട് വയ്ക്കുന്നത്. അതിനെ പറയുന്നതാണ് കരുതൽ, തടങ്കൽ. കരുതൽ തടങ്കൽ എങ്ങനെയായാലും 3 മാസത്തിൽ കൂടുതലാകാൻ പാടില്ല. കരുതൽ തടങ്കൽ പരമാവധി എത്ര മാസം വരെ ആകാവൂ? 3 മാസം വരെ ആകാവൂ. 3 മാസത്തിൽ കൂടുതൽ പറ്റും. അതിന് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ കരുതൽ തടങ്കൽ പരമാവധി 3 മാസം വരെ ആകാവൂ എന്നുകൂടി മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ആർട്ടിക്കിൾ 22-ൽ പറയുന്നത് അറസ്റ്റ്, കരുതൽ തടങ്കൽ ഇവയിൽ നിന്നുള്ള സംരക്ഷണത്തെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് 2 മൗലിക അവകാശങ്ങളെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. ഇനി നമുക്ക് 4 മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പൂർത്തിയാക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത്
പറയാനുണ്ട്. എന്നിട്ടും ഈ പറഞ്ഞ കുറേ പിടിച്ചാണ് ഞാൻ സംസാരിച്ചത്, അല്ലെങ്കിൽ ക്ലാസ് ഒരുപാട് നീണ്ടുപോകും. അപ്പോൾ നോട്ട് കൂടി വായിക്കുക, ക്ലാസ് കേൾക്കുക, അത് കഴിഞ്ഞ ശേഷം നോട്ട് കൂടി വായിക്കുക. ഈ ഭാഗം എന്താവും, സെറ്റാവും. അപ്പോൾ അടുത്ത ക്ലാസ് കൊണ്ട് നമുക്ക് ഈ ഭാഗം പൂർത്തിയാക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.